സമയമായി. അപ്പോൾ അനുമോൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് കാരണം ആർക്കോ ബിഗ് ബോസ് അന്ന് അനുമോൾ സന്തോഷിച്ചേട്ടെന്ന് പറഞ്ഞ് പായസം ഉണ്ടാക്കിയിട്ടേ ഇപ്പോൾ രണ്ട് ദിവസം സന്തോഷിച്ചിരിക്കട്ടെ, ശനിയാഴ്ച കിട്ടാനുള്ളതല്ലേ, മോൾ സന്തോഷിച്ചേട്ടെന്ന് വിചാരിച്ച് പായസം ഉണ്ടാക്കി കൊടുപ്പിച്ച്. അതാണ് പുള്ളിക്കാരുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. 100 ദിവസം കൂടി ആയില്ല, അപ്പം തന്നെ കിട്ടി. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ആ അവസരം നമ്മൾ പാഴാക്കി കളയില്ല. അത് അങ്ങനെ തന്നെ എടുത്ത് പ്രേക്ഷകരെ കാണിക്കാതെ ഇരിക്കൂല. അപ്പം അവിടെ ബിഗ് ബോസ് തന്നെ റേറ്റിംഗ് കൂടുള്ളൂ. അത് ബിഗ് ബോസ് ചെയ്യാതെ ഇരിക്കൂല ഒരു കാലത്ത്. പിന്നെ ഇതേപോലത്തെ ഒരു സംഭവം ഒരു ബിഗ് ബോസിൽ അങ്ങനെ നടന്നിട്ടില്ല കേട്ടോ. എല്ലാവരും വിളിച്ചു കൊട്ടിയിരുത്തി സംസാരിക്കണേ അങ്ങനത്തെ ഒരു ഇതുണ്ടായില്ല. പക്ഷെ നമ്മുടെ കൂടുതൽ അലമ്പാക്കിയത് നമ്മുടെ അവൻ ക്യാപ്റ്റനാണ് അലമ്പാക്കി പോയ നിവിൻ. ഒരുപാട് അലമ്പാക്കി. എല്ലാத்தையும் കൂട്ടി വെച്ച് നിങ്ങൾക്ക് ചോദിക്കും പറഞ്ഞ് അങ്ങനെ അലമ്പാക്കി. അപ്പോൾ നമ്മുടെ എല്ലാവരും എല്ലാവരും നോക്കിയിരിക്കണ്ട, അനുമോളിനെ നോക്കിയിരിക്കണ്ട്. അനുമോൾക്ക് അറിയാം ഇത് ഇങ്ങനെ തന്നെ ലാലേട്ടൻ പറയും, വഴുക്ക് പറയാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസ്താനിക്ക് നമ്മളോട് കൊടുക്കേണ്ട. ഇപ്പോൾ നമ്മളിങ്ങനെയാണ് ഓർക്കുക, നമുക്കൊന്നും അയ്യോ ലാലേട്ടൻ ഇങ്ങനെ പറയും നമ്മൾ വിചാരിച്ച് പറയും, നമുക്കറിയാം, എല്ലായിടത്തും അറിയാം. അപ്പം നെട്ടേണ്ട കാര്യം ഒന്നും ആർക്കും ഇല്ല. അപ്പം നമുക്ക് അറിയാൻ പോയത് തന്നെയാണ് നമ്മുടെ അപ്പാണി സ്ഥലത്ത് റെയിൻ സൂചിയും പുറത്ത് വന്നാണ് ചേച്ചി അനിയത്തിയും പുറത്ത് വന്നാണ് അറിയാനേ കേട്ടെ. അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പാണി സ്ഥലത്ത് റെയിൻ സൂചിയും പുറത്ത്. അവിടെ നിന്നിട്ടും കാര്യമില്ല, മുട്ടത്ത് എരിയും ലകളയും ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ. നമ്മുടെ റെയിൻ സൂചിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം കുറേ. പുറത്തുള്ള കണ്ടന്റ് ഭയങ്കര വൈറലായിട്ട് പോകണം. പക്ഷെ അതിനകത്ത് പോയി കിടന്നിട്ട് എന്ത് കിട്ടാനാന്ന് വിചാരിച്ച് കാണും പുള്ളിക്കാർ. അപ്പം പുറത്ത് വന്നും പറയുന്ന കേട്ട് വന്ന് കാണുമായിരിക്കും. അപ്പോൾ അനുമോൾ വിഷമിക്കേണ്ട, ഇത് തന്നെ കിട്ടുന്ന ഞങ്ങൾക്ക് അറിയാം.